നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ നടന്നു കഴിഞ്ഞ ഉടനെ പാർട്ടി ഒന്നടങ്കം നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നേതാക്കന്മാരുടെ പ്രവാഹമായിരുന്നു അവിടെ. അപ്പോൾ നവീൻ ബാബുവിൻ്റെ കൂടെ നിൽക്കും, വിക്ടിമിൻ്റെ കൂടെയാണ് CPM എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കുറ്റാരോപിതയായ ദിവ്യയെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പാർട്ടി തീരുമാനിക്കുന്നത്. അതൊരു നല്ല തുടക്കമാണെന്നാണ് എല്ലാവരും കരുതിയത്. പിന്നെ അവരെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നെല്ലാം മാറ്റി അവരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അവരെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി നൽകുന്നൊരു സന്ദേശം യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ പോലീസും ഗവൺമെൻറ്റും തയ്യാറാവുമെന്നായിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കേസ് രജിസ്റ്റർ ചെയ്തിട്ട് 10-20 ദിവസത്തോളം അതൊരു ആളുകളുടെ കണ്ണിൽ പൊടിയുന്ന ഒരു നടപടി പോലെയായി മാറി. കാരണം അവരെ ചോദ്യം ചെയ്തില്ല, അവരെ വിളിപ്പിച്ച് ആ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പ്രിമൈസസിലും സെർച്ച് നടത്തിയില്ല, സാക്ഷികളെ ചോദ്യം ചെയ്തില്ല. കേസന്വേഷണം ആരംഭത്തിൽ തന്നെ ഒരു വമ്പം പരാജയമായിരുന്നു. അപ്പോൾ കുടുംബത്തിനപ്പോൾ നോ ഓപ്ഷൻ. കാരണം പാർട്ടിയും ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്താൻ പറ്റിയ ഒന്നും അന്ന് അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വാദം നടന്നപ്പോൾ സർക്കാരിന് വേണ്ടിയുള്ള പ്രോസിക്യൂട്ടറും വളരെ ശക്തിയായ രീതിയിൽ ജാമ്യാപേക്ഷ എതിർത്തു. അപ്പോഴും ഒരു പ്രതീക്ഷ കേരളീയ സമൂഹത്തിനും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും ഉണ്ടായിരുന്നു. ഈ കേസ് യഥാർത്ഥ ദിശയിലാണ് അന്വേഷണം നീങ്ങുന്നത്. പക്ഷേ അവരെ അറസ്റ്റ് ചെയ്തു, കുറച്ച് ദിവസം ജയിലിൽ പാർപ്പിച്ചു. അപ്പോൾ അറസ്റ്റ് തന്നെ ഒരു നാടകമായി മാറി. കാരണം മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ ഉടനെ അവർ ഒരു സ്റ്റേറ്റ് മാനേജ്ഡ് അറസ്റ്റാണ് നടന്നത്. അപ്പോൾ തന്നെ എല്ലാവർക്കും സംശയം തുടങ്ങി, ഇത് സർക്കാർ പോലീസ് ഒത്തുകളിക്കുകയാണ്. അങ്ങനെ അവർക്ക് അറസ്റ്റ് കഴിഞ്ഞു, അവർ ജയിലിലായി. അവർ ചോദ്യം ചെയ്യലും കസ്റ്റഡിയെല്ലാം ഒരു പ്രഹസനമായിരുന്നു. 3 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. സാധാരണ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവരെയും കൂട്ടി സംഭവ സ്ഥലങ്ങളിലെല്ലാം പോകണം. അതൊരു കേസന്വേഷണത്തിൻ്റെ പരമപ്രധാനമായ ഒരു വിഷയമാണ്. അതേപോലെ തന്നെ അവർ സമ്മതിച്ചാലില്ലെങ്കിലും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഒരു മൊഴി റെക്കോർഡാക്കാനും പോലീസ് ശ്രമം നടത്താം. ഒരു കുറ്റസമ്മതം നടത്താതിരിക്കാം. ആ നീക്കം പോലീസിൻ്റെ ഭാഗത്തുണ്ടായില്ല. അങ്ങനെ അവർക്ക് ജാമ്യം കിട്ടുന്ന ദിവസമാണ് പാർട്ടി ഒന്നടങ്കം അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതിയിൽ ജയിലിൻ്റെ കവാടത്തിന് മുമ്പിൽ അവരെ പുമാലയിട്ട് സ്വീകരിക്കുന്ന രീതിയിൽ നേതാക്കന്മാരുടെ സാന്നിധ്യം. ആ സംഭവത്തോടു കൂടി നൽകുന്നൊരു മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ, നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമല്ല, പാർട്ടിയും പോലീസുമെല്ലാം വിക്ടിമിൻ്റെ കൂടെയല്ല, വേട്ടക്കാരോടൊപ്പമാണ് എന്നുള്ള ഒരു തെറ്റായ സന്ദേശമാണ് കുടുംബത്തെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഇടയാക്കിയത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായി CBI അന്വേഷണം വരുമ്പോൾ കേരള പോലീസ് കോടതിയിൽ അതിശക്തമായി അതിനെ എതിർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു CBI അന്വേഷണം എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് CBI അന്വേഷിക്കാൻ പറ്റില്ല. ഏതെല്ലാം കേസുകൾക്കാണ് CBI അന്വേഷണം എന്നത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ സുപ്രസിദ്ധമായ ഭരണഘടനാ ബെഞ്ചിൻ്റെ 2010 ഒരു വിധിയുണ്ട്. 5 അംഗ ജഡ്ജിമാരുടെ വിധിയാണ്. അത് പശ്ചിമ ബംഗാളിലെ 11 പേരെ കൂട്ടക്കൊല ചെയ്തു. അതിലെ പ്രതിസ്ഥാനത്തെല്ലാം ഉണ്ടായിരുന്നത് മാർക്സിസ്റ്റുകാരാണ്. ആ പ്രതിസ്ഥാനത്ത് FIR പേര് പറഞ്ഞ ആ പ്രതികളെ പോലും അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുന്നതിൽ 2 പേരെ മാത്രം അറസ്റ്റ് ചെയ്തത്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയ കുറ്റകരമായ അനാസ്ഥയെ തുടർന്നാണ് അവിടുത്തെ ഒരു NGO, ഡെമോക്രാറ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സംഘടന കൽക്കട്ട ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത് CBI അന്വേഷണത്തിന് ഉത്തരവിറക്കിയത്. അത് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ അപ്പീൽ ഫയൽ ചെയ്തു. അപ്പോൾ ആ കേസിലെ CPMൻ്റെയും അന്നത്തെ വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ വാദം, ഒരു സ്റ്റേറ്റിൽ നടന്ന കുറ്റകൃത്യം മറ്റൊരു സ്റ്റേറ്റിലെ പോലീസ് അന്വേഷിക്കുന്നു, CBI മറ്റൊരു സ്റ്റേറ്റിൽ ഒരു ഏജൻസിയാണ്, അപ്പോൾ അങ്ങനെ അന്വേഷിക്കാൻ പാടില്ല, ക്രൈം ഡിറ്റക്ഷൻ പോലീസ് എന്നതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ചുമതലയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ആരാണ് ഹാജരായത്? KK വേണുഗോപാൽ, വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് വേണ്ടി. അപ്പോൾ സുപ്രീം കോടതി അതിലുള്ള മൊത്തം വിഷയങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ
ഒരു വിശകലനം ചെയ്തിട്ട് ഭരണഘടനാ ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചു. ആ വിധിയിൽ പറഞ്ഞത് ചില ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചു. ഏതെല്ലാം കേസ് വെറുതെ ചോദിക്കുമ്പോഴത്തേക്ക് CBI അന്വേഷണം ഉത്തരവിടാൻ പാടില്ല. അതിലൊന്ന് പറഞ്ഞത് അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള ഒരു കേസ് ആണെങ്കിൽ അത് CBI അന്വേഷിക്കണം. അതും അത്യപൂർവമായിരിക്കണം. ആദ്യം പറഞ്ഞിട്ടുണ്ട് റെയറസ്റ്റ് ഓഫ് റെയർ, വളരെ എക്സെപ്ഷണൽ കേസുകൾക്ക് മാത്രമേ, അല്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് CBIക്ക് there will be floodgates of litigations, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് പറഞ്ഞതും മൂന്നാമത് പറഞ്ഞതുമായ ഗൈഡ് ലൈൻസ് ഈ നവീൻ ബാബുവിൻ്റെ കേസിന് സ്ക്വയർലി അപ്ലിക്കബിൾ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് കൽക്കട്ട ഹൈക്കോടതി തന്നെ ആ കേസിൽ പറഞ്ഞിരുന്നു, അന്വേഷണം സത്യസന്ധമാണ് എങ്കിൽ പോലും അത് എരയുടെ മനസ്സിൽ വിശ്വാസമുണ്ടാക്കത്തക്ക രീതിയിലുള്ള അന്വേഷണമല്ലെങ്കിൽ CBI അന്വേഷണമാവാം. ആ വിധി ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് അന്വേഷണത്തിൽ ഒരു ക്രെഡിബിലിറ്റി ആൻഡ് കോൺഫിഡൻസ് ഇൻ ദ മൈൻഡ് ഓഫ് വിക്ടിംസ് ഇല്ല എങ്കിൽ, ഈ അന്വേഷണം കൊണ്ട് എറയുടെ മനസ്സിൽ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ഒരു വിശ്വാസ്യത സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് CBIക്ക് വേണ്ട കേസാണ്. പിന്നെ പറഞ്ഞു സാധാരണ ഒരു ബിസിനസ് തർക്കം, ചീറ്റിങ്, അതൊന്നുമല്ല. ഭരണഘടന ഉറപ്പ് നൽകിയിരിക്കുന്ന ജീവിക്കാനുള്ള അവകാശം, ഫണ്ടമെന്റൽ റൈറ്റ്സ് സംബന്ധിക്കുന്ന വയലേഷൻ സംബന്ധിക്കുന്ന ഒരു കുറ്റകൃത്യമാണെങ്കിൽ അത് കേരള സ്റ്റേറ്റ് പോലീസിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചതാണെങ്കിൽ ആ കേസ് CBI അന്വേഷിക്കണം. ഇപ്പൊ ഈ രണ്ട് ഗൈഡ് ലൈൻസ് ഈ നവീൻ ബാബുവിന്റെ കേസ് CBI അന്വേഷണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഒന്ന്, ഇതൊരു റെയറസ്റ്റ് ഓഫ് റെയർ ആണ്. നമ്മുടെ അറിവിൽ നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ഒരു ജില്ലാ ഭരണാധികാരിയുടെ നമ്പർ 2 ആയിരിക്കുന്ന ഒരാൾ, ഒരു IAS ഉദ്യോഗസ്ഥൻ ഇതുപോലൊരു സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തത് എൻ്റെ പരിമിതമായ അറിവിൽ വളരെ കുറവാണ്. ഇല്ല, എൻ്റെ അറിവിലില്ല. അപ്പൊ അതൊരു അത്യപൂർവമായ ഒരു മരണമാണ്, ഒരു ക്രൈമാണ്. അതും ഒരു ജില്ലാ പഞ്ചായത്ത് ഭരണാധികാരി ക്ഷണിക്കാതെ ഒരു സദസ്സിൽ കയറി വളരെ എല്ലാവിധ മര്യാദകളും ലംഘിച്ച് ഒരു പ്രൈവറ്റ് പാർട്ടി നടത്തുന്ന ഒരു യാത്രയപ്പ് സമ്മേളനത്തിൽ, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ സർവീസിലെ റിട്ടയർ ചെയ്യാനുള്ള അവസരം, സ്വന്തം നാട്ടിലെ ജനങ്ങളെ സേവിക്കാൻ, അതൊരു ഉദ്യോഗസ്ഥന് കിട്ടുന്ന അത്യപൂർവമായ ഒരു അവസരമാണ്. അപ്പൊ ആ ഒരു മരണം എന്ന് പറയുന്നത് തികച്ചും ഒരു അസാധാരണമായ മരണം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭരണഘടനാ ബെഞ്ച് CBIക്ക് അന്വേഷിക്കാൻ പറ്റിയ ഒരു കേസിന്റെ അത്യപൂർവമായ കേസിന്റെ ഗണത്തിൽ ഈ കേസ് ഉൾപ്പെടുത്താം. 2, if it does not instill confidence in the mind of credibility of the investigation, ഈ അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ അതീവ ഗുരുതരമായ വീഴ്ച, ക്രമക്കേട്, നമ്മൾ ഉദാഹരണമായിട്ട് ഈ അന്വേഷണം വെറും ഒരു ആത്മഹത്യാ കേസിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇതുമായി ബന്ധപ്പെട്ടതാണ് പെട്രോൾ പമ്പ്, ഇതുമായി ബന്ധപ്പെട്ടതാണ് പ്രശാന്തിൻ്റെ വരവിൽ കവിഞ്ഞ സ്രോതസ്, സമ്പത്തിൻ്റെ സ്രോതസ്. അദ്ദേഹം ഒരു പബ്ലിക് സർവൻ്റാണ്, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. നമ്മുടെ നാട്ടിലൊരു വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ ഒരു പ്യൂണ്, ഒരു സാധാരണ പ്യൂണ് ഒരു പെട്രോൾ പമ്പ് തുടങ്ങുമ്പോൾ വിജിലൻസ് അയാളെ പിന്നാലെ പോയി പിടിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇതിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ദിവ്യക്ക് ഈ പ്രശാന്തിന്റെ കാര്യത്തിൽ ഇത്ര വലിയ താല്പര്യം എന്താണ്? അപ്പൊ പ്രശാന്തൻ ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് വരവിൽ കവിഞ്ഞ നിയമവിരുദ്ധമായ മാർഗത്തിൽ കൂടി ആർജിച്ച പണം കൊണ്ട് തുടങ്ങുന്ന ഒരു പെട്രോൾ പമ്പാണ്. അങ്ങനെയാണെങ്കിൽ അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പ്രൊസീഡ്സ്, കുറ്റകൃത്യം ചെയ്തുണ്ടാക്കിയ സ്വത്താണ്. കുറ്റകൃത്യം വഴി സമ്പാദിച്ച വസ്തു അത് കൈവശം വെക്കാനും ഉപയോഗിക്കാനും ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവര് PMLA കേസിൽ പ്രതിയാണ്. അപ്പൊ ദിവ്യക്കെതിരെയുള്ള അന്വേഷണം വെറും ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ മാത്രമല്ല, അദ്ദേഹം പ്രശാന്തിനെതിരെ വരാൻ സാധ്യതയുള്ള PMLA കേസിലേക്കുള്ള അന്വേഷണത്തിന്റെ പരിധിയിലേക്കും വരും. അപ്പം കണ്ണൂരിലെ മുൻ മേയർ മിസ്റ്റർ മോഹനൻ അഡ്വക്കേറ്റ്, അദ്ദേഹം വിജിലൻസിനൊരു പരാതി കൊടുത്തു.
ഞാൻ ആ പരാതി കണ്ടതാണ്. ആ പരാതിയിൽ സവിസ്തരമായി ഈ പ്രശാന്തന്റെ വരവിൽ കവിഞ്ഞ സമ്പത്തിന്റെ സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണം. പിന്നെ ബ്രൈബ് ഗിവിംഗ് ഒരു ഒഫൻസാണ്. കൈക്കൂലി കൊടുക്കുന്നത് സെക്ഷൻ 8 പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഒരു ഒഫൻസാണ്. 2018 കേന്ദ്രത്തിലെ മോഡി ഗവൺമെന്റ് അതിലൊരു ഭേദഗതി കൊണ്ടുവന്നു. നിർബന്ധാവസ്ഥയിൽ കൈക്കൂലി കൊടുത്താൽ അത് ഒഫൻസ് അല്ല. അപ്പൊ നിർബന്ധാവസ്ഥയിൽ കൈക്കൂലി കൊടുത്താൽ 7 ദിവസത്തിനുള്ളിൽ പോലീസിനെയോ അതായത് ലോ എൻഫോഴ്സിംഗ് ഏജൻസി നിയമപരിപാലകരെയോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയോ അറിയിക്കണം. ഇവിടെ അങ്ങനെ നിയമപരിപാലകർ അറിയിച്ചിട്ടില്ല. മുഖ്യമന്ത്രി നിയമപരിപാലകരുടെ പരിധിയിൽ വരില്ല. അത് അറിയിച്ചത് തന്നെ ആ കത്തും ഒരാൾ പറയുകയാണ് എനിക്ക് 2 ഒപ്പുണ്ട്. അപ്പൊ ഏതാണ് വാലിഡ് ഒപ്പ്, ഏതാണ് ഇൻവാലിഡ് ഒപ്പ്? ഇതെല്ലാം കേരളത്തിന്റെ പൊതുസമൂഹത്തെ കോപ്പിരിയാട്ടി കൊള്ളുന്നതല്ലേ. അപ്പൊ കണ്ണൂരിലെ മുൻ മേയർ മോഹനൻ കൊടുത്ത പരാതിയെ ഇന്ന് വരെ ഒരു ചലനവും ഉണ്ടായിട്ടില്ല. ഈ കേസിൽ തന്നെ പ്രശാന്തിന് ഒരു പങ്കുണ്ട്. അതുപോലെ തന്നെ ആ ചാനലിന്റെ പ്രതിനിധി അദ്ദേഹമാണല്ലോ ഇതിന്റെ വീഡിയോ ലോകം മുഴുവനും പ്രചരിപ്പിച്ചത്. അവിടെ വേറെ ഒരു വീഡിയോഗ്രാഫറും ഇല്ല, ഒരു ചാനൽ പ്രതിനിധിയില്ല, ഒരു മീഡിയക്കാരും ഇല്ല. ഇറ്റ് വാസ് ടോട്ടലി എ പ്രൈവറ്റ് ഫംഗ്ഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? ഡിഡ് യു ഇൻവെസ്റ്റിഗേറ്റ്? അപ്പൊ കുടുംബം ആകെപ്പാടെ അങ്കലാപ്പിലായി. പിന്നെ കുടുംബത്തിന് വന്നൊരു ആശങ്ക, ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ വീട്ടിലെ മുറികളെല്ലാം തുറന്നിടുവോ? ഒരിക്കലും തുറന്നിടൂല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ ആദ്യം എത്തിയ ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കേരള പോലീസ് ആക്ട് 2011 അമെൻഡ് ചെയ്ത കേരള പോലീസ് ആക്ട് 21(1)D വകുപ്പ് പ്രകാരമാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സർക്കാരാണ്. ഇവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞ് നമ്മുടെ ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയ മാതിരി ഒരു IG ആണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു പോലീസ് IGക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്? നിയമം എന്താണ്? മാത്രമല്ല, എൻ്റെ ഒരു ബന്ധു, സ്വന്തം ഭർത്താവ് അല്ലെ സ്വന്തം അച്ഛൻ്റെ മരണം നടന്നിട്ട് പോസ്റ്റ്മോർട്ടം കുടുംബക്കാർ വരുന്നതിന് മുമ്പ് ധൃതിപ്പെട്ട് നടത്തിയ ഒരു അൺഹോളി ഹേസ്റ്റ്. മാത്രമല്ല അതും പെരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് അവിടെ ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനാണെങ്കിൽ പോലും അവിടുത്തെ ഭരണം അദ്ദേഹത്തിന്റെ വിരൽ തുമ്പിലാണ്. അപ്പൊ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് തെളിയിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു തെളിവാണ്. കാരണം കഴുത്തിൽ കയറിട്ട് മുറുക്കി കൊന്നാൽ സ്റ്റാങ്കുലേഷൻ ആണെങ്കിൽ അത് കൊലപാതകമാണ്. അല്ല ആത്മഹത്യയാണെങ്കിൽ ഇവിടെ മാത്രമേ പരിക്ക് വരുള്ളൂ, പിൻഭാഗം പരിക്ക് വരില്ല. അപ്പൊ ബോഡിയുടെ പിൻഭാഗം പരിക്കുണ്ടെങ്കിൽ അത് ആത്മഹത്യയല്ല, കയറ് കഴുത്തിനിട്ട് മുറുകി കൊന്നതാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ തെളിയേണ്ട കേസ് അന്വേഷണത്തിന്റെ ആരംഭത്തിൽ തന്നെ അതവിടെ അട്ടിമറിച്ചു. അപ്പൊ കേസന്വേഷണം അട്ടിമറിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നു പിന്നെ ആ ദിവസം ആ വീട് തുറന്നിട്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിലെ വാതിലുകളിലുള്ള ഫിംഗർ പ്രിന്റ്സ് ഈ കേസിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു തെളിവാണ്. അവിടുത്തെ ഫിംഗർ പ്രിന്റ് പരിശോധിച്ചു നിങ്ങളതോ എന്റേതോ ആണ് എങ്കിൽ നമ്മളെ പോലീസ് ചോദ്യം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള തെളിവ് നശിപ്പിക്കേണ്ട കർമ്മം പ്രക്രിയ കേസിന്റെ ആരംഭത്തിൽ തന്നെ ഭ്രൂണാവസ്ഥയിൽ തന്നെ കേരള പോലീസ് നടത്തി. അപ്പോഴാണ് കുടുംബത്തിന് അന്വേഷണത്തിൽ വിശ്വാസമില്ലാണ്ടായി. അപ്പൊ ഒന്ന് അസാധാരണമായ ഒരു ക്രൈം, 2 ഈ നടത്തുന്ന അന്വേഷണത്തിൽ യാതൊരു വിശ്വാസമില്ലാതെ പോയി വിക്ടിംസിന്, 3 നമ്മുടെ ഭരണഘടനയുടെ 75ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ജീവിക്കാനുള്ള റൈറ്റ് ഒരു ഇന്ത്യക്കാരനും വിദേശിക്ക് പോലും ഇന്ത്യൻ മണ്ണിൽ ജീവിക്കാനുള്ള ഭരണഘടനാപരമായ ഒരു അവകാശമാണ്. അപ്പൊ അത് സംബന്ധിക്കുന്ന നമ്മുടെ ജീവിക്കാനുള്ള അവകാശത്തെ ലംഘിക്കപ്പെടുന്ന ഒരു ക്രൈം, ഒരു കച്ചവടത്തിലെ ചീറ്റിംഗ് കേസല്ല, തട്ടിപ്പ് കേസല്ല, പണം തട്ടിപ്പറിച്ചതല്ല, ഇത് റൈറ്റ് ടു ലീവിനെ ബാധിക്കുന്നൊരു
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് 2010 പശ്ചിമ ബംഗാൾ ഗവൺമെന്റ് കൊടുത്ത ഒരു അപ്പീലിൽ പറഞ്ഞ വിധിയാണ് ഇന്ന് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും CBI അന്വേഷണം ഏത് കേസിന് വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്ന പരമപ്രധാനമായ നിയമം.